പ്രിയമുള്ളവരെ നമസ്കാരം. ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഒരു മിഡിൽ ക്ലാസ് വ്യക്തിക്ക് എപ്പോഴും ഉണ്ടാവുന്ന ഒരു സംശയമാണ്, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വലിയൊരു പണം ആവശ്യമില്ലേ? അതുപോലെ തന്നെ അങ്ങനെ ചെയ്യണമെങ്കിൽ, അത്തരത്തിലുള്ളൊരു വലിയൊരു ഹ്യൂജ് പണം വേണമെങ്കിൽ നമുക്ക് ലോണും കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരില്ലേ? ഇപ്പോൾ ലോൺ എടുത്താൽ തന്നെ നമ്മളെടുത്ത എമൗണ്ടിൻ്റെ 3 ഇരട്ടിയൊക്കെ നമ്മൾ തിരിച്ചടക്കേണ്ട വരില്ലേ എന്നുള്ള 10-25 വർഷം കൊണ്ടൊക്കെ. അപ്പോൾ അത് വലിയൊരു നഷ്ടമല്ലേ? ഇങ്ങനെയുള്ള കുറേ ഡൗട്ടുകൾ പലർക്കും ഉണ്ടെന്നുള്ളതാണ്. ഇതിനുള്ള ഒരു പരിഹാരമാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. വിഷയത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനലിൽ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ദയവായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പ്രിയമുള്ളവരെ, ഒരു മിഡിൽ ക്ലാസ്സിൽപ്പെട്ട ഒരു വ്യക്തി റിയൽ എസ്റ്റേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കടന്നു വരണമെന്ന് ആഗ്രഹമുള്ള ഒരു വ്യക്തിക്ക് ഇതിലേക്ക് കടന്നു വരുമ്പോൾ വലിയൊരു ഹ്യൂജ് എമൗണ്ട് ഇൻവെസ്റ്റ്മെൻറ്റായിട്ട് വേണമെന്നുള്ളൊരു ചിന്തയാണ്. അതുകൊണ്ട് തന്നെ പല ആളുകൾക്ക് ഇതിലേക്ക് കടന്നു വരാൻ പ്രയാസമാണ്. ഇതിന് എത്ര രൂപ ഇൻവെസ്റ്റ് ചെയ്യണം, അതുപോലെ തന്നെ എത്ര വർഷം കൊണ്ട് ഇത് അടക്കണം, അതേപോലെ തന്നെ ഇതൊരു വലിയൊരു ഹ്യൂജ് എമൗണ്ട് ആയതുകൊണ്ട് ലോൺ എടുക്കണ്ടേ, ലോൺ കിട്ടോ, ഇനി എടുത്താൽ തന്നെ ഒരു 10-20 വർഷം 25 വർഷം കൂടിയൊക്കെ അടച്ചു തീരും കൂടിയും ഇത് എടുത്തതിൻ്റെ ഒരു 4 ഇരട്ടിയൊക്കെ തിരിച്ചടക്കേണ്ട വരില്ലേ? അങ്ങനെയുള്ള പല കൺഫ്യൂഷൻ പല ആളുകൾക്കുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്കായിട്ട് ഉള്ള സ്പെഷ്യൽ വീഡിയോ ആണിത്. വീഡിയോയുടെ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വളരെ ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള കണ്ടൻറ്റ്, പ്രത്യേകിച്ച് വലിയ ലോണിലേക്കോ ബാധകളിലേക്കോ ഒന്നും പോവാതെ, എന്നാൽ ഒരു മിഡിൽ ക്ലാസ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത സാലറി വാങ്ങുന്ന ചെറിയ രീതിയിൽ ബിസിനസ് ചെയ്യുന്ന ആളുകൾക്കെല്ലാം ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഓപ്ഷൻസാണ് ഞാനിതിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. പല ആളുകൾക്കും അറിയില്ലാത്തൊരു കാര്യമാണ്, റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഡയറക്റ്റ് ഡെവലപ്പേഴ്സിന് നമുക്ക് ഒരു എമൗണ്ട് 5 വർഷത്തേക്കോ 6 വർഷത്തേക്കോ 7 വർഷത്തേക്കോ കൊടുത്ത് നമുക്ക് പ്രോപ്പർട്ടി വാങ്ങാനുള്ള ഓപ്ഷൻ ഉണ്ട് എന്നുള്ളത്. അത് ദുബായ് റിയൽ എസ്റ്റേറ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് പല ആളുകൾക്കും അറിയില്ലാത്തൊരു കാര്യമാണ്. അപ്പോൾ അത്തരം ആളുകൾക്ക് വേണ്ടിയായിട്ട് പറയുകയാണ്, ഇവിടെ ചില ഡെവലപ്പേഴ്സ് അത്തരത്തിലുള്ള പോസ്റ്റ് ഹാൻഡ് ഓവർ പേയ്മെൻറ്റ് പ്ലാൻ ഓഫർ വരെ നൽകുന്നുണ്ട്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ 2028 കംപ്ലീറ്റ് ചെയ്യുന്ന ഒരു പ്രൊജക്റ്റിൽ നമുക്ക് ഇപ്പോഴേ നമുക്ക് എന്ത് ചെയ്യാം, അത് വാങ്ങാൻ വേണ്ടി അപ്പോൾ നമ്മളൊരു ചെറിയൊരു ഡൗൺ പേയ്മെൻറ്റ് കൊടുക്കുന്നു. എന്നിട്ട് മാസാമാസം ഒരു എമൗണ്ട് കൊടുത്ത് 2028 ആകുമ്പോൾ നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ആ കൈ കിട്ടിയതിന് ശേഷം ബാക്കി പേയ്മെൻറ്റ് അടുത്ത 2 കൊല്ലം കൊണ്ടോ 3 കൊല്ലം കൊണ്ടോ അടിച്ചു തീർത്താൽ മതി. നേരിട്ട് ഡെവലപ്പേഴ്സിന് അതിലൂടെ ഒരു എക്സ്ട്രാ ഒരു ഇൻട്രസ്റ്റ് നമ്മൾ കൊടുക്കേണ്ട, ഒരു എക്സ്ട്രാ എമൗണ്ട് നമ്മൾ കൊടുക്കേണ്ട. നമുക്കൊരു കിട്ടിക്കഴിഞ്ഞാൽ പോലും നമുക്ക് ഈ കിട്ടിക്കഴിഞ്ഞ ഫ്ലാറ്റ് അപ്പാർട്ട്മെൻറ്റ് നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്തിട്ട് ആ റെൻ്റ് ഔട്ടിൽ നിന്ന് കിട്ടുന്ന വരുമാനം ഉപയോഗിച്ചിട്ട് ബാക്കി പൈസ 3 വർഷം കൊണ്ടൊക്കെ അടിച്ചു തീർക്കാൻ പറ്റുന്ന ഫ്ലെക്സിബിളായിട്ടുള്ള ചില ഡെവലപ്പേഴ്സ് ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അത്തരം ഡെവലപ്പേഴ്സിനെ കുറിച്ച് പഠിക്കാനും മനസ്സിലാക്കാനും നിങ്ങൾ ശ്രമിച്ചാൽ തീർച്ചയായിട്ടും ഏതൊരു മിഡിൽ ക്ലാസ് വ്യക്തിക്കും റിയൽ എസ്റ്റേറ്റിൽ പ്രോപ്പർട്ടി വാങ്ങാനും ഇൻവെസ്റ്റ് ചെയ്യാനും ഒക്കെ പറ്റും എന്നുള്ള ഒരു ക്ലിയർ മെസ്സേജാണ് ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അത്തരത്തിലുള്ള ഒരു 3 മികച്ച ഡെവലപ്പേഴ്സിനെയും ഞാൻ ഇതിൻ്റെ കൂടെ പരിചയപ്പെടുത്താണ്. അതിൽ ഏറ്റവും ഫസ്റ്റായിട്ട് എനിക്ക് പരിചയപ്പെടുത്താനുള്ളത് സമാന എന്ന് പറഞ്ഞൊരു ഡെവലപ്പറാണ്. സമാന എന്നുള്ള ഡെവലപ്പർ വ്യത്യസ്തമായിട്ടുള്ള നല്ല പ്രൊജക്റ്റുകൾ ദുബായിയുടെ വിവിധ മേഖലകളിൽ അവർ ഓൾറെഡി ബിൽഡ് ചെയ്തിട്ടുണ്ട്. നല്ല ഒരു ട്രാക്ക് റെക്കോർഡുണ്ട്. അവരുടെയൊക്കെ ഒരു ഓൾമോസ്റ്റ് എല്ലാ പ്രൊജക്റ്റുകളിലും വിത്ത് ബാൽക്കണിയിൽ വിത്ത് പൂളുണ്ട്. അതുപോലെ ചില പ്രൊജക്റ്റുകൾ പൂളില്ലാത്തതുകൊണ്ട്, പക്ഷേ ഒരു അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസാണ്. അതുപോലെ തന്നെ അവർക്കൊരു 7 ഇയറിൻ്റെ പേയ്മെൻറ്റ് പ്ലാൻ വരുന്നുണ്ട്. അത് കൺസ്ട്രക്ഷൻ ടൈമിൽ 3 വർഷത്തെ പേയ്മെൻറ്റ്, കൺസ്ട്രക്ഷൻ കഴിഞ്ഞിട്ട് അടുത്തൊരു 4 കൊല്ലം കൂടി പേയ്മെൻറ്റ് എടുക്കാനുള്ള ഓപ്ഷനൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു നല്ലൊരു പേയ്മെൻറ്റ് പ്ലാനാണ്. അതായത് നമ്മൾ കൺസ്ട്രക്ഷൻ വരെ നമ്മുടെ ഒരു മൊത്തം പ്രൊജക്റ്റിൻ്റെ ഒരു 50% 60% പൈസ മതി. അത് കഴിഞ്ഞിട്ട് ബാക്കി അതിന് ശേഷം നമുക്ക് റെൻ്റ് ഔട്ട് ചെയ്താൽ ആ പൈസ ഉപയോഗിച്ചിട്ട് ബാക്കിയുള്ള ബാലൻസ് പേയ്മെൻറ്റ് മൊത്തം അടക്കാൻ പറ്റും എന്നുള്ളതാണ്. അതൊന്നാണ് സമാന, നല്ല നേച്ചർ ഡെവലപ്പറാണ്. രണ്ടാമതൊരു ഡെവലപ്പർ എനിക്ക് പരിചയപ്പെടുത്തുന്നത് ഡാനൂബാണ്. ഡാനൂബും ഒരു നല്ലൊരു ഡെവലപ്പറായിട്ട് ദുബായിൽ മാറിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് എല്ലാ മാസവും പുതിയ പ്രൊജക്റ്റുകൾ അവർ ലോഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ദുബായിയുടെ വ്യത്യസ്തമായിട്ടുള്ള പല സ്ഥലങ്ങളിലും. നല്ല ഡിമാൻഡുണ്ട്. മാർക്കറ്റിൽ അറിയപ്പെടുന്ന ഒരു ഡെവലപ്പറായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരാണ് ശരിക്കും പറഞ്ഞാൽ 1% എന്നുള്ള കോൺസെപ്റ്റ് മാർക്കറ്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തതാണ്. അതായത് നിങ്ങൾ വാങ്ങുന്ന സമയത്ത് ചെറിയൊരു എമൗണ്ട് ഡൗൺ പേയ്മെൻറ്റ് കൊടുത്താൽ പിന്നെ നിങ്ങൾ ഓരോ ശതമാനം വെച്ചിട്ട് എല്ലാ മാസവും കൊടുത്താൽ മതി.
അങ്ങനെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലൊന്നും ഒരു ഇൻട്രസ്റ്റോ കാര്യങ്ങളോ ഒന്നും വരാതെ ഡെവലപ്പറിന് നേരിട്ട് പേയ്മെൻറ്റ് ഒരു 5 ഇയറിനുള്ളിൽ കൊടുത്ത് തീർക്കാൻ പറ്റുന്ന ഒരു കോൺസെപ്റ്റാണ്. അപ്പോൾ അതും നിങ്ങൾക്ക് പരിഗണിക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. മൂന്നാമത് പറയാൻ പറ്റുന്ന ഒരു ഡെവലപ്പർ എന്നത് പാൻതിയോൺ എന്ന് പറഞ്ഞൊരു ഡെവലപ്പറാണ്. അവർക്കും അതുപോലെ തന്നെ JVCയിലും JVTയിലൊക്കെ വ്യത്യസ്തമായിട്ടുള്ള പ്രൊജക്റ്റുകളുണ്ട്. അവരും ഇതുപോലെ തന്നെ ഒരു പോസ്റ്റ് ഹാൻഡ് ഓവർ പേയ്മെൻറ്റ് പ്ലാൻ 2 വർഷത്തേക്ക് 3 വർഷത്തേക്ക് കൊടുക്കുന്നുണ്ട്. ഒരു 5 ഇയർ 6 ഇയർ പേയ്മെൻറ്റ് പ്ലാൻ ഉണ്ട്. അതും നന്നായിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാനും പരിഗണിക്കാനും പറ്റുന്ന ഒരു ഓപ്ഷനാണ്. ഇതേപോലെ ഇനിയും ചില ഡെവലപ്പേഴ്സ് പോസ്റ്റ് ഹാൻഡ് ഓവർ പേയ്മെൻറ്റ് പ്ലാൻ കൊടുക്കുന്ന ഡെവലപ്പേഴ്സ് ഉണ്ട്. അവരെക്കുറിച്ച് കൂടുതൽ നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുക, മനസ്സിലാക്കാൻ ശ്രമിക്കുക. ആ ഡെവലപ്പേഴ്സിൻ്റെ ട്രാക്ക് റെക്കോർഡ് എങ്ങനെയാണെന്ന് നോക്കുക, അവരുടെ പ്രൊജക്റ്റ് കംപ്ലീഷൻ ഹാൻഡ് ഓവർ എങ്ങനെയാണെന്ന് നോക്കുക, അവരുടെ ക്വാളിറ്റി ഓഫ് ദി വർക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കുക. അതിനുശേഷം മാത്രം ഈവൻ പോസ്റ്റ് ഹാൻഡ് ഓവർ കിട്ടുന്നുണ്ടെങ്കിൽ പോലും അത്തരം ഡെവലപ്പേഴ്സിനെ ചൂസ് ചെയ്യാൻ ശ്രമിക്കുക. ഇനി നിങ്ങൾക്ക് എത്തരത്തിലുള്ള ഒരു ഡെവലപ്പറെയാണ് ചൂസ് ചെയ്യേണ്ടത്, പോസ്റ്റ് ഹാൻഡ് ഓവർ പേയ്മെൻറ്റ് തരുന്നുണ്ടെങ്കിൽ അത് നല്ല ഡെവലപ്പറാണോ, അത് നല്ല പ്രൊജക്റ്റാണോ, നല്ല ഏരിയ ആണോ, അതിലൊക്കെ മൊത്തത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് എന്നെ ബന്ധപ്പെടാം. ഇതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ എൻ്റെ നമ്പർ നൽകിയിട്ടുണ്ട്. തിരിച്ചും സൗജന്യമായിട്ട് തന്നെ എനിക്ക് നിങ്ങളെ ഗൈഡ് ചെയ്യാൻ സാധിക്കും. മറ്റൊരു വിഷയമായി അടുത്ത ആഴ്ച. നന്ദി, നമസ്കാരം.